നമസ്കാരം. മണി മേജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മനോഹരമായിട്ടുള്ള, അതായത് റോഡ് ഫ്രണ്ടേജ് ഉള്ളത്, നമുക്ക് എല്ലാ വണ്ടികളും വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് വരുന്ന ഒരു ചെറിയൊരു വീട്, അതായത് ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലുള്ളൊരു വീട്. 14 സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ. മനോഹരമായിട്ട് നമുക്ക് കോമ്പൗണ്ട് വാളും കാര്യങ്ങളൊക്കെ കെട്ടി ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്യൂട്ട് വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോണത്. ഈ വീടിൻ്റെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഇപ്പോൾ ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിൽ കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ ഈ 14 സെൻറ്റിൽ നമുക്കൊരു 6 സെൻറ്റൊക്കെ നമുക്ക് മുറിച്ച് കൊടുക്കാൻ പറ്റുന്ന പോലെ ഫ്രണ്ടേജ് ഉള്ളൊരു പ്ലോട്ടും കൂടിയാണ് കേട്ടോ. നിലവിൽ അതിൽ എല്ലാ കാര്യങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം, നമുക്ക് മാങ്ങഞ്ചി, തെങ്ങ്, കൊയ്യാമരം, അളക് തുടങ്ങിയ, പിന്നെ തെങ്ങുണ്ട്, ഒരു 4-5 തെങ്ങുണ്ട് നമ്മുടെ പ്ലോട്ടിൽ. പ്ലാവ്, മൂച്ചി തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും ഇതിലിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞല്ലോ, വീടിൻ്റെ സൈഡിലോട്ടാണ് സ്ഥലം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടൈറ്റ് വരികയാണ്, ഒരു 6 സെൻറ്റ് മുറിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറകിലോട്ടൊക്കെ നമുക്ക് ഇത്രയും സ്ഥലമുണ്ട്. 7 സെൻറ്റോളം വരുന്ന എനിക്ക് തോന്നുന്നു ഫ്രണ്ട് കാണുമ്പോൾ. അത് നമുക്ക് എന്തായാലും അളന്ന് നോക്കണം. അപ്പോൾ ഈ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കോമ്പൗണ്ട് വാളുണ്ട്, കുരുമുളകുണ്ട്, ഞാൻ പറഞ്ഞ പോലെ തെങ്ങ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്ലോട്ടിൽ നമുക്കൊരു ഓപ്പൺ കിണറുണ്ട്. അപ്പോൾ ഓപ്പൺ കിണറുള്ളതല്ല പ്രത്യേകത, ഓപ്പൺ കിണറും ഒരു ബോർവെല്ലും ഉണ്ട്. അപ്പോൾ നമുക്ക് കിണറും ബോർവെല്ലും ഉള്ളൊരു പ്ലോട്ടും കൂടിയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ ചെടികളും വളരുന്ന ഒരു മണ്ണ് തന്നെയാണ്, നല്ലൊരു മണ്ണ് തന്നെയാണ്. വാഴ തുടങ്ങിയ എല്ലാ കൃഷികളും ഉണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബാക്കിലും നമുക്ക് സ്പേസ് ഉണ്ട്, അതേപോലെ ഫ്രണ്ടിൽ വണ്ടി നിർത്താനുള്ള സ്പേസ് ഉണ്ട്. വെള്ളമൊക്കെ നല്ല വെള്ളമാണ്, അതായത് വേനൽക്കാലത്തൊന്നും അങ്ങനെ വറ്റാത്ത, വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ അയൽപക്കമൊക്കെ അന്വേഷിച്ചാൽ അറിയാം. സൈഡിലും ഈ പറഞ്ഞ പോലെ അത്യാവശ്യത്ത് ഇഞ്ചി കാര്യങ്ങൾ, കൃഷികൾ, ആയുർവേദ ചെടികളും കാര്യങ്ങളൊക്കെ അവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ. അപ്പോൾ ഇതൊക്കെയാണ് വീടിൻ്റെ വിശേഷം. വീടിൻ്റെ ഉൾഭാഷം നമുക്ക് കാണാം. 1000 സ്ക്വയർ ഫീറ്റിലാണ് വീട്, 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് വീടുള്ളത്. ഇത് ഒരു ബോർവെല്ലുണ്ട് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഇത് ഫ്രണ്ടിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വീടിന് ഈ പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 ലക്ഷം രൂപയാണ് കേട്ടോ. അത് ചെറിയ രീതിക്കൊക്കെ നെഗോഷ്യബിളാണ്. കാര്യം ആ 28 ലക്ഷം റുപ്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു മുതൽ നമുക്കിവിടെ ഉണ്ട്. കാര്യം നമുക്ക് വന്ന് ഒരു പണിയില്ല, നല്ല നീറ്റാക്കിയിട്ട് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കയറി പോകുമ്പോൾ തന്നെ നല്ലൊരു വലിയൊരു ഹാള് നമുക്ക് ഫ്രണ്ടിലുണ്ട്, ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം, അതായത് അത്യാവശ്യം വലുപ്പമുണ്ട് ഹാള്. ആ 3 ബെഡ്റൂമാണ് നമുക്കുള്ളത്. പക്ഷേ അതിൽ 3ഉം നമുക്ക് ബെഡ്റൂം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ ബെഡ്റൂം കാണിച്ചു തരാം. നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ചെറിയ ബെഡ്റൂമാണ് കേട്ടോ. അതൊരു മൈനസായിട്ട് തോന്നിയെങ്കിലും അതൊരു റീഡിങ് റൂമോ ലൈബ്രറിയോ അങ്ങനെ ഒരു ഓഫീസ് മുറിയോ അങ്ങനെയൊക്കെ ആക്കാൻ പറ്റുന്ന ഒരു റൂമാണ്. ഇത് അടുത്തൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമുകളൊക്കെ ചെറിയ വലിപ്പമേ ഉള്ളൂ കേട്ടോ. എനിക്ക് ചെറിയ വലിപ്പക്കുറവൊന്നും ഫീൽ ചെയ്തു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബെഡ്റൂമിനും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അപ്പോൾ അതൊരു സൗകര്യമാണ്. അപ്പോൾ ചെറിയ ഫാമിലിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഈ പത്തിരിപ്പാല നഗരപുരം ഭാഗത്ത് വീട് അന്വേഷിക്കുന്ന സുഹൃത്തുക്കളും ബന്ധുക്കളുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരും. നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുക്കളയും പരിസരവും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകൾ നമ്മൾ ചാനലിൽ വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. എല്ലാവർക്കും